Yes, Nandini, good afternoon. Nandini, Prasida, Marley, good afternoon. Sir, good afternoon. Yes, okay, Shiny Feroz, good afternoon. Farsana, good afternoon. Nancy and Anshi, good afternoon. Hadida, good afternoon. Okay, let us start. Okay, Nancy, very good, very good. അപ്പോൾ നമ്മൾ ഇഫ് വെച്ചുള്ള സബോർഡിനേറ്റ് കോഴ്സും മെയിൻ കോഴ്സും എല്ലാം പറഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു കഷ്ടം കൂടി ബാലൻസ് കിടപ്പുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞത് 9ാം ക്ലാസ്സിൽ നിന്ന് 10ിലോട്ട് ജയിച്ചു കഴിഞ്ഞ നിങ്ങളുടെ മകൻ, അപ്പൊ അവനോടാണ് നമ്മൾ പറയുന്നത് ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം തോറ്റു. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ്. യെസ്, ഇനി അടുത്ത ഓർഡർ കൂടിയുണ്ട്. യെസ്, ആരംഭിക്കണം. അത് പഴയത് പറയണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഓക്കെ ഓക്കെ, ശരി, വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ മൂന്നാമത് ഒന്നും കൂടിയുണ്ട്, അതാണ് ഇഫ് യു had studied, studied, studied well, well, comma. Okay. ഇനി മൂന്നാമത്തെ സംഗതി കൂടിയുണ്ട്, അതാണ് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ. വാക്യം പൂരിപ്പിച്ചിട്ടുള്ള ഡാഷിലേക്ക്. യെസ്, അപ്പൊ അത് നമുക്ക് പറയാം ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, നീ നന്നായി പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. അപ്പൊ അപ്പുറത്ത് വേണ്ടത് പാസ്സായിട്ടുണ്ടായിരുന്നേനെ എന്നുവല്ല, നീ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നേനെ, അങ്ങനെ വേണ്ട. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, ഓക്കെ നന്ദിനി, അവിടെയാണ് ആ സാധനം വേണ്ടത്. ഓക്കെ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസാണ്? ഓക്കെ ആഷ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ടെൻസുകളിൽ ഏത് വരുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ആണത്. പാസ്റ്റ് അല്ല, പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് എന്ന് പറയുമ്പോൾ വെറും പാസ്റ്റ് ടെൻസ് മാത്രം മതി. പക്ഷെ അതിന്റെ കൂടെ ഒരു ഹാഡ് കൂടി വരുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ ഈ ടെൻസ് ഏത് ടെൻസാണ്? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് വരുമ്പോ അപ്പുറത്ത് വരുന്ന മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് വരും. എന്താണ് വരുന്നത്? വുഡ് ഹാവ്. ഈ വുഡ് എന്നുള്ളതിന് പകരം ഓക്കെ ഫർസാന, ഷുഡ് ആയാലും കുഴപ്പമില്ല, ഷുഡ് ഹാവ് ആയാലും കുഴപ്പമില്ല, വുഡ് ഹാവ് ആയാലും കുഴപ്പമില്ല, മൈറ്റ് ഹാവ് ആയാലും കുഴപ്പമില്ല. അപ്പൊ നേരത്തെ നമ്മള് പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചപ്പോൾ സമയം ഉപയോഗിച്ചില്ലേ, വുഡ്, ഷുഡ്, കുഡ്, ആ സംഗതിയിൽ വരും. അത് കഴിഞ്ഞതിന് ശേഷം ഹാവും വരും. എന്ത് വേണം? ഹാവ്. പിന്നെ വേണ്ടത്, അതിന്റെ കൂടെ വേണ്ടത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ നമുക്ക് ഇവിടെ പറയാം ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ്, യു വുഡ് ഹാവ് പാസ്ഡ്, PASSED, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കും. യു വുഡ് ഹാവ് പാസ്ഡ്. അപ്പൊ എന്ത് വരുന്നത്? അതിന്റെ അർത്ഥം നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നേ. ഇഫ് യു ഹാഡ് ഗോൺ ഐ വുഡ് ഹാവ് മെറ്റ് യു. നീ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ കണ്ടേനെ. അപ്പൊ ഹാഡും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. സബോർഡിനേറ്റ് ക്ലോസ് എങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ഉപയോഗിക്കണം. ഇത് ഉപയോഗിക്കണം, വുഡ് ഹാവ്. വുഡ് ഹാവ് കഴിഞ്ഞതിന് ശേഷം
പിന്നെ ഉപയോഗിക്കുന്നത് വെർബിന്റെ മൂന്നാമത്തെ ഫോമായിരിക്കും. അതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വുഡ് ഹാവ് പാസ്റ്റ്. അപ്പൊ ഇത് ഒരു ക്യാപ്ഷൻ പോലെ, ഒരു ഗുളിക, ഒരു ക്യാപ്സ്യൂൾ പോലെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇത് if you work well, if you study well, you will pass. If you studied well, you would pass. If you had studied, you would have passed. ഇത് ഈ മൂന്നെണ്ണം അതൊന്ന് ഒരു ഓക്കെ പാർവതി, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മൾ അതൊരു സംഗതി കൊണ്ട് ഓർത്ത് വെച്ചതാണ്. ഒരു ഗുളിക ഏതാണ്? ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്ഡ്. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഒന്നിട്ട് വാചകങ്ങൾ പറയുന്നു. യെസ്, എഴുതിക്കോളൂ. If you had come to my home, comma, dash. Okay. If you had come to my home, നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അത്രയുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കാം. ഓരോരുത്തർക്കും അവരുടേതായ ഭാവനയിൽ പൂരിപ്പിക്കാം. അപ്പൊ ശ്രദ്ധിക്കണം, അപ്പുറത്ത് വേണം വുഡ് ഹാവ്. ഓക്കെ ഫർസാന, കറക്റ്റ് ആണ്. അല്ലെങ്കിൽ ഷുഡ് ഹാവ്, അല്ലെങ്കിൽ വുഡ് ഹാവ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ഷാനി ഫിറോസ്, യു വുഡ് ഹാവ് ഹാഡ് delicious food. Okay. I would have cooked biryani. Okay, Nandini, I would have. See that I given or given past participle. Give, gave, given. And then she, I would have met my children. Okay, see that. Okay, that's it. Correct. Yes. Would have, should have, could have, might have ഉപയോഗിക്കണം. പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കും. അത് മറക്കരുത്, അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടോ? യെസ്, ഐ വുഡ് ഹാവ് ഗിവൺ ഫുഡ്. ഓക്കെ പ്രസിദ്ധ, ഇപ്പൊ കറക്റ്റ്. വുഡ് ഹാവ് ഗിവൺ കൂൾ ഡ്രിങ്ക്സ്. അപ്പൊ അതിന്റെ മുമ്പില് ഒരു മെർലിൻ, ഒരു ഐ എന്നോ എന്തെങ്കിലും ചേർത്തു. ഞാൻ തന്നേനെ, അപ്പൊ ഞാൻ എന്നുള്ള പേര് വന്നില്ല. യെസ്, യു മൈറ്റ് ഹാവ് എൻജോയ്ഡ് ഫുഡ്. ഓക്കെ, കറക്റ്റ് ആണ്. ഐ വുഡ് ഹാവ് പ്ലേഡ് ഫുട്ബോൾ. കറക്റ്റ് ആണ്. You would have taken some rest. Correct. I would have helped you. Ashal, correct. I would have welcomed you. And she, that's correct. I would have cooked for you. Okay, then see, correct. I would have given cold drinks. Okay, Merlin. Yes. അടുത്തത് ഭാവനയിൽ എഴുതിക്കോട്ടെ. I would have surprised. I would have to surprise. അതിന്റെ ടു കളയണം. ടു വരെയാണെങ്കിൽ പിന്നെ സർപ്രൈസ് എന്ന് പറയാമോ. ടു ഇല്ലെങ്കിൽ സർപ്രൈസ്. നെക്സ്റ്റ് കേട്ടോ. If you had met him. If you had met him, comma, dash. അപ്പൊ എന്താണ്? If you had met him, നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ. അത്രേ ഉള്ളൂ. നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു. He would have proposed you. Okay, Shani Pros, very good. You would have liked him. Okay, Farsana, correct. You would have understood the situation. Nandini, correct. You would have been happy. Nancy, you would have met. You would have given some money. Okay, Merlin. You would have helped him. Okay, Asha. You would have seen how much he changed. Okay, for Sarah. Yes. You would have meet again.
You would have known Akasha, new one, KWN. You would have recognized him. Asha, correct. No, new, known. You would have explained. Okay, Nandini? You would have trusted him. You would have enjoyed the time. Okay, Prasida? Correct. You would have asked about it. Then see, you would have asked him about the job. Okay? Sir, hello. Sir, you would have trusted me. Okay. Yes, he would have appreciated for your outstanding performance. Oh, okay. Shani, variety, you would have invited him, and she correct. Yes. If I had gone, gone there, there, comma, would have passed Harida passed, PSS. If I had gone there, comma, dash. Passed, PASSED, Harida. Past participle, have additional past participle. Okay. Okay, that's correct. If I had gone there, I would have poet to night. I would have seen the movie. Okay, that's it. I would have procedure. I would have seen the program. I would have enjoyed the film. I would have met Himasha. I would have met my friends Anshi. I would have attended the meeting. I would have bought children's toys. Okay. I would have planned for a purchase. I would have met him. Nancy, I would have attended. Yes. Parvati, I would have given donation. Okay. I would have visited many places. Nandini, I would have understood the situation. Asha, I would have attended the meeting. Okay, Harida, attended. I would have enjoyed the moment. Okay, Merlin, corrected. I would have taken the photos. Corrected. I would have enjoyed it. I would have finished the work, Asha. I would not have missed the opportunity. Okay, Barsana. I would have attended the Agasitu ATD. I would eaten eaten. Yes. Okay. Okay, Shani Froze, correct. Either eaten, eaten. Yes. Subordinated clause. Yes, Merlin. Okay, person. Yes. Subordinated clause main clause okay, main clause subordinated clause dash and comma. Yes, and there you go. You would have reached reached there there early.
യു വുഡ് ഹാവ് റീച്ച്ഡ് ദെയർ ഏർലി. നീ അവിടെ നേരത്തെ എത്തിയേനെ. അപ്പൊ ഇപ്പുറത്ത് നിങ്ങൾ പൂരിപ്പിക്കുക. അപ്പൊ ഒരു കാര്യം ഓർമ്മയുണ്ടാവണം, ഹാഡ് ഉണ്ടാവണം, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാവണം. If you had started earlier, okay, Nandini? If you had missed, if you had taken a taxi, Varsara, if you had left home at 8, okay, that's it. Oh, okay, Anshi. Okay, Shani Feroz. Okay, Varsara. Okay, then see, you had been ready. Okay, Merlin, correct. Okay, Prasida. Shani Feroz. Yes. Parvati. Okay. അപ്പൊ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഹരിത ടേക്കൻ ആക്കുക. ടേക്കൻ, TAKEN. ടേക്കൻ. ഓക്കെ, കറക്റ്റ് ആണ്. യെസ്. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ ഇതിനകത്ത് സംഗതി കഴിഞ്ഞു. പക്ഷെ ഒന്നിട്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓക്കെ ഹരിത, ഒന്നിട്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും. യെസ്. അതായത് ഒരു ക്യാപ്ഷൻ പോലെ ഞാൻ പറഞ്ഞു, ഒരു ഗുളിക പോലെ, ക്യാപ്സൂള് പോലെ ഓർത്ത് വെക്കാൻ പറഞ്ഞത്, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്ഡ്. ഇതാണ് ആ 3 സെന്റൻസ്. ഓക്കെ. അപ്പോ താങ്ക്സ്. Yes, Shani. Yes, sir. Okay. ഞാൻ വരാം. താങ്ക്സ്. ഞാൻ വരാം. ഒറ്റ മിനിറ്റ്. അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ ആദ്യത്തെ വാചകം പറയണം. അതായത് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. ആ വാചകത്തിന് ഒരു പോസിബിലിറ്റി, ഒരു സാധ്യതയുണ്ടോ ഇല്ലയോ? അതാണ് ചോദ്യം. സാധ്യതയോ? സാധ്യത നീ പഠിച്ചിരുന്നെങ്കിൽ നീ പാസ്സായേനെന്ന് പറയുമ്പോ അതൊരു സാധ്യത തന്നെയല്ലേ? നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായേനെന്നാണ്. അല്ലല്ലോ, വ്യത്യാസമില്ല. If you study well. If you study, STUDY, present ആണ്. If you study well, you will pass. നീ പഠിക്കുകയാണെങ്കിൽ ഓക്കെ ശരി, കറക്റ്റ്. അപ്പൊ അതിന്റെ അകത്തൊരു സാധ്യതയില്ല. കാരണം ഞാൻ പറഞ്ഞു, 9ൽ നിന്ന് ജയിച്ച് 10ലേക്ക് ആയപ്പോഴാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ അവര് 10 പോകുന്ന വഴിയാക്കി പഠിക്കാമല്ലോ. യെസ്. അപ്പൊ നമുക്ക് പറയാം, ആദ്യത്തെ സെന്റൻസ്, അതായത് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് എന്ന് പറയുമ്പോൾ there is a possibility. അതിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു പോസിബിലിറ്റി ഉണ്ട്. ആ കണ്ടീഷൻ പറയണമെങ്കിൽ ഒരു സാധ്യതയുണ്ട്, നടക്കാം വേണമെങ്കിൽ. രണ്ടാമത്തെ കേസ്, ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് എന്ന് പറയുമ്പോൾ ഒരു പോസിബിലിറ്റി ഉണ്ടായിട്ട്. രണ്ടാമത്തെ സെന്റൻസ്, അതായത് ഇഫ് യു സ്റ്റഡീഡ്, STUDIED, സ്റ്റഡീഡ് യു വുഡ് പാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു പോസിബിലിറ്റി ഉണ്ടായില്ലേ? പോസിബിലിറ്റി ഒരു സാധ്യത, അത് നടക്കാൻ സാധ്യത ഉണ്ടായില്ലേ? എന്താണ് എന്നാ
സാർ എനിക്ക് സാറിന്റെ വോയിസ് കറക്റ്റാ ബ്രേക്ക് ആയിട്ടാ കേൾക്കണേ, പകുതി പകുതിയാ കേൾക്കണേ. സാർ ഒന്നുകൂടെ പറയുമോ, എനിക്കത് കേട്ട്. അതായത് ഞാനിപ്പോ പറഞ്ഞ രണ്ടാമത്തെ വാചകം, ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് എന്ന് പറയുമ്പോ ആ പറഞ്ഞ കാര്യം നടക്കാൻ സാധ്യത ഉള്ളതാണോ ഇല്ലാത്തതാണോ? സാധ്യത ഉള്ളതാണ്, പോസിബിലിറ്റി ആണ്. പോസിബിലിറ്റി ആണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. മെർലിൻ എന്ത് തോന്നുന്നു? പോസിബിലിറ്റി ഉണ്ടോ സർ? പാസ്റ്റ് പോസിബിലിറ്റി ആണോ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ അത് ഇനി നടക്കാൻ സാധ്യതയില്ല അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ശരിയാണ് നാൻസി, വെരി ഗുഡ്. അപ്പൊ എല്ലാവരോടും കൂടിയായിട്ട് പറയുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ സെന്റൻസ് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്, അത് 9ൽ നിന്ന് ജയിച്ച് 10ലേക്ക് ആയപ്പോഴാണ് പറയുന്നത്. അപ്പൊ ആ പറയുന്ന കാര്യം നടക്കാൻ സാധ്യതയില്ല, പോസിബിലിറ്റി ഉള്ളതാണ് ആ കണ്ടീഷൻ. മറ്റേത് നമ്മൾ പറയുന്നത് 10ാം ക്ലാസ് പരീക്ഷ എഴുതി തോറ്റു നിൽക്കുമ്പോഴാണ്. നീ പഠിച്ചെങ്കിൽ പാസ്സായാലേ, പിന്നെ നടക്കൂ, പഠിച്ചില്ലല്ലോ. അപ്പൊ ഒരു വെറുതെ ഒരു ആശ്വാസവാക്ക് പറയാമെന്നല്ലാതെ അതിൻ്റെ അകത്തൊരു സാധ്യതയില്ല. അപ്പൊ രണ്ടാമത്തേന് നമുക്ക് പറയാം ഒരു സാധ്യതയില്ല. ഇനി മൂന്നാമത്തെ നോക്കി, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്ഡ്, നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തും ഒരു സാധ്യതയില്ല, വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം പറയാം, ആദ്യത്തേല് മാത്രമാണ് ഒരു പോസിബിലിറ്റി ഉള്ളത്, ഒരു റിയൽ കണ്ടീഷൻ ഉള്ളത്. പിന്നത്തേത് രണ്ടും ഒരു അൺറിയൽ ആണ്. വെറുതെ നമുക്ക് ഊഹിക്കാമെന്നേ ഉള്ളൂ, പക്ഷെ അതൊരിക്കലും നടക്കണമെന്നില്ല. അൺറിയൽ കണ്ടീഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. അൺറിയൽ, നടക്കാൻ സാധ്യതയില്ലാത്ത. അപ്പൊ ഇംഗ്ലീഷില് ഇതിന് വേറെ ഒരു പേര് കൂടി പറയും. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഇഫ് യു സ്റ്റഡി യു വിൽ പാസ് എന്ന് പറഞ്ഞില്ലേ. അതായത് ഒരു വശത്ത് സിമ്പിൾ പ്രസന്റ്, അപ്പുറത്ത് വില്ല് വന്നില്ലേ. അതിനെ പറയുന്ന പേരാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയും. ആ മോഡൽ എഴുതുന്നതിനെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയും. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചു, ഇങ്ങനെയും ഇതിന് ചില കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു വെച്ചു. അതിനെ പറയുന്ന പേരാണ് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റും മെയിൻ ക്ലോസില് വില്ല്, ഷാല്, മേ അങ്ങനെ വരും. ഇനി രണ്ടാമത് പറഞ്ഞ സെന്റൻസ് ഇഫ് യു സ്റ്റഡീഡ്. സർ ഇപ്പൊ പറഞ്ഞ അതൊന്നുകൂടെ പറയുമോ, കേട്ടില്ലായിരുന്നു. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, പറയാം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ വാചകം, അപ്പൊ നാൻസി പറഞ്ഞതനുസരിച്ച് ഞാൻ ഒന്നുകൂടി അത് റിപ്പീറ്റ് ചെയ്യാണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ വാചകം ഇഫ് യു സ്റ്റഡി, STUDY, സ്റ്റഡി പ്രസന്റ് യു വിൽ പാസ് എന്ന് പറയുന്നത് ഒരു നടക്കാൻ സാധ്യതയുള്ള റിയൽ ആയിട്ടുള്ള കാര്യമുള്ളൂ. അതിനെ പറയുന്ന പേരാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയും. അതിനെന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതുന്നതിനെ പറയുന്ന പേരാണ് ഫസ്റ്റ് കണ്ടീഷൻ ഓഫ് പോസിബിലിറ്റി. എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ? ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമതുള്ള സാധനം, അതായത് ഇഫ് യു സ്റ്റഡീഡ്, STUDIED, സ്റ്റഡീഡ് യു വുഡ് പാസ് എന്ന് പറഞ്ഞില്ലേ. വുഡോ വുഡോ ഷുഡോ ചേർക്കാന്ന് പറഞ്ഞു. അതിനെ പറയുന്ന പേരാണ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയും. അങ്ങനെ എഴുതുന്നതിന് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയും. സെക്കൻഡ് കണ്ടീഷൻ. ഇനി മൂന്നാമത് പറഞ്ഞില്ലേ, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്ഡ് എന്ന് പറഞ്ഞില്ലേ. ഇതിനെ പറയുന്ന പേരാണ് തേർഡ് കണ്ടീഷൻ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ആ 3 വാചകങ്ങളെ വേറെ ഒരു പേര് കൂടി പറയാൻ പറഞ്ഞാല് ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ. ഓക്കെ, ഈ 3 പേരുകൾ കൂടി അറിയപ്പെടും. കിട്ടിയാലോ? ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇനി നമുക്ക് വേറൊരു വാചകം ഞാൻ പറയുന്നു. യെസ്, അൻഷി, ഇറ്റ് ഈസ് യുവർ ടേൺ. വാചകം ഇതാണ്, if you boil, BOIL, boil
water, അല്ല, if you boil വേണ്ട, if you heat, heat, if you heat water, it will boil, B-O-I-L, boil. ഞാനൊരു വാചകം എഴുതിയിട്ടുണ്ട്. If you heat water, it will boil. ആൻഷി, ഓക്കെ, ഇത് ഞാനിപ്പോ പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷനാണ്, സെക്കൻഡ് കണ്ടീഷനാണ്, തേർഡ് കണ്ടീഷനാണ്. ഞാനിപ്പോ പറഞ്ഞില്ലേ ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ, അല്ലെ ഏതിൽ വരുന്നത്? If you heat water, സെക്കൻഡ് ആണ് സർ. സെക്കൻഡ് അല്ലേ, സെക്കൻഡിൽ വുഡ് അല്ലേ വരുള്ളൂ. അപ്പൊ എന്തായാലും ഇഫ് യു തേർഡ് അല്ലേ, വുഡ്. ഓക്കെ, വില്ല് വരുമ്പോ ഫസ്റ്റ് വില്ല് വരുമ്പോ ഫസ്റ്റ്. ഓക്കെ, ആ ഫസ്റ്റ് ആണ്. ഓക്കെ ആഷ, ഫസ്റ്റ് ആണ്. വെരി ഗുഡ്, ഫസ്റ്റ് ആണ്. പിടികിട്ടിയില്ലേ? ഓക്കെ സാർ. ഓക്കെ. If you worked, you would pass. If you had worked, would have passed. ആദ്യം പറഞ്ഞ മോഡലുള്ള ഫസ്റ്റ് കണ്ടീഷൻ, രണ്ടാമത് പറഞ്ഞ സെക്കൻഡ് കണ്ടീഷൻ, മൂന്നാമത് പറഞ്ഞത് തേർഡ് കണ്ടീഷൻ. ഫർസാന, അപ്പൊ ഞാൻ ഇവിടെ വാചകം, അതായത് if you heat the water, it will boil. അത് കറക്റ്റ് അല്ലേ? പക്ഷെ അത് കറക്റ്റ് അല്ല, തെറ്റാണ്. അതാണ് നമ്മൾ ഈ ചില കാര്യങ്ങൾ മനസ്സിലായി. നമ്മളിപ്പോ കറക്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചു പോകും, ഇങ്ങനെയാണ്. പക്ഷെ ഇതിന്റെ അകത്ത് ചില കാര്യങ്ങളിൽ എക്സെപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ആ നിയമം വെച്ച് നോക്കുമ്പോൾ കുറച്ച് മ്യൂട്ട് ചെയ്തു. നിങ്ങൾക്ക് തോന്നി ഇത് കറക്റ്റ് ആണ്. കാരണം എന്താണ്? ഇഫ് യു ഹീറ്റ്, അത് പെർസെന്റേജ് ആണ് ഹീറ്റ്. അപ്പൊ അപ്പുറത്ത് ബില്ല് വന്നു. ഇത് തന്നെയല്ലേ ഇത്രയും നേരം സാറ് നമ്മൾ പറഞ്ഞത്? ഓക്കെ, ഷാനി ഫിറോസെ, ഇറ്റ് വിൽ ബോയിൽ, അത് തെറ്റാണത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെ തെറ്റിയെന്ന് വിചാരിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഞാൻ ഇവിടെ പറഞ്ഞത് ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ, 3 കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു. ഈ 3 കണ്ടീഷൻ കൂടാതെ ഒരു കണ്ടീഷൻ കൂടി ബാലൻസ് എടുക്കും. യെസ് ഫാൻസി, അതിനെ പറയുന്ന പേരാണ് സീറോ കണ്ടീഷൻ. ഇതൊന്നും മറ്റൊന്നും നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഇല്ലാത്ത സംഗതി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾ ഞാൻ പറഞ്ഞതനുസരിച്ച് പറയുകയും ചെയ്യും. മറ്റുള്ളവരും വായിക്കുമ്പോൾ പറയുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ അറിഞ്ഞില്ലല്ലോ വിചാരിക്കില്ലേ? അപ്പൊ അത് അറിഞ്ഞിരിക്കുന്നത്. ഇത് കൂടാതെ എന്തുകൂടിയുണ്ട്? സീറോ കണ്ടീഷൻ മറ്റൊരു സാധനം. ആ സീറോ കണ്ടീഷനിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്ന കാര്യം ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിൽ, അതായത് ഒരു സനാതനമായ സത്യമാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ, അതിൻ്റെ അകത്ത് സയന്റിഫിക് ഫാക്ട്, ഓക്കെ കറക്റ്റ് ആണ്, സയന്റിഫിക് ഫാക്ട് ആണ് പറയുന്നത് എങ്കിൽ അതിന്റെ സബോർഡിനേറ്റ് ക്ലോസ് പ്രസന്റ് ടെൻസ് ആണ്, സിമ്പിൾ പ്രസന്റ് ആണ്. മെയിൻ ക്ലോസും സിമ്പിൾ പ്രസന്റ് തന്നെയായിരിക്കും. ഇഫ് യു ആർ ടെല്ലിംഗ് എ സയന്റിഫിക് ട്രൂത്ത് ഓർ ദ യൂണിവേഴ്സൽ ട്രൂത്ത്, അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിന്റെ സബോർഡിനേറ്റ് ക്ലോസും മെയിൻ ക്ലോസും എന്ത് തന്നെയായിരിക്കണം? സിമ്പിൾ പ്രസന്റ് തന്നെയായിരിക്കും. അപ്പൊ ഇതിന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ചൂടാക്കിയാൽ വെള്ളം തിളക്കും. ഇത് കറക്റ്റ് അല്ലേ? ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് അല്ലേ? ചൂടാക്കിയാൽ വെള്ളം തിളക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇഫ് യു ഹീറ്റ് വാട്ടർ ഇറ്റ് വിൽ ബോയിൽ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇറ്റ് ബോയിൽസ്, BOILS, ഇറ്റ് ബോയിൽ, ഇത് തിളക്കുന്നു. ഇതാണ് കറക്റ്റ്. അപ്പൊ എന്തുകൊണ്ടാണ് ആ നിയമം അവിടെ പ്രാവർത്തികമാക്കാത്തത് നമുക്ക് ഓർമ്മയുണ്ടാവണം. കാരണം ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഏതാണ്? ഒരു സയന്റിഫിക് ഫാക്ടർ, യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ
If you work, you will pass. If you worked, you would pass. If you had worked, you would have passed. ആ നിയമം ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, ഗെറ്റ് റെഡി, പിടിയിട്ടില്ലേ? യെസ്, ഓക്കെ ഓക്കെ. ഞാൻ അടുത്ത വാചകം പറയാം. നന്ദിനി അത് ഫില്ല് ചെയ്യണേ. If wind blows, BLOWS. Yes, ഞാൻ അത്ര പറഞ്ഞിട്ടുള്ളൂ. If wind blows, കാറ്റടിക്കുമ്പോൾ ഇലകൾ ഇളകും, അതിനായിരിക്കും വരും. കാറ്റടിക്കുമ്പോൾ അത് കറക്റ്റ് അല്ലേ? സയന്റിഫിക്കലി പ്രൂവ്ഡ് അല്ലേ? ആ ഓക്കെ. ആ ഇറ്റ് എന്നുള്ള സ്ഥലത്ത് നമുക്ക് ലീവ്സ് എന്ന് ചേർക്കാം. ശരി, ഇറ്റ് നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. ആദ്യം നമ്മൾ ലീവ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇറ്റ് പറഞ്ഞാൽ മതി. കാരണം ഇതിനകത്ത് ലീവ്സിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമുക്കെന്ത് പറയാം? ഇഫ് ദ വിൻഡ് ബ്ലോസ്, കാറ്റടിക്കുകയാണെങ്കിൽ ദ ട്രീസ് സ്വേ, ഓക്കെ, അല്ലെങ്കിൽ ദ ലീവ്സ്, ഇലകള് മൂവ് അനങ്ങുക. ഇലകൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ തുറന്നുള്ളതിന്റെ പേരില് ഓക്കെ തുണി പറന്നു പോകും. ഓക്കെ, നന്ദിനി കറക്റ്റ് ആണ്. അല്ല, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. യെസ്, അപ്പൊ കറക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, നാൻസി കറക്റ്റ് ആണ്. കാറ്റടിക്കുമ്പോ പൊടി പറക്കും. യെസ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ എന്നുള്ളത് കൂടാതെ വേറെ സംഗതി കൂടിയിട്ട് അത് സീറോ കണ്ടീഷൻ. സീറോ കണ്ടീഷൻ പറയുന്നത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അവിടെ ഈ പറഞ്ഞ നിയമങ്ങളൊന്നും ബാധകമല്ല. രണ്ടും പ്രസന്റ് ടെൻസില് കഴിയും. ഇത്രയുമാണ് അന്ന് ചോദിച്ച സംശയത്തെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ ആയിരിക്കും? യെസ്, ഓക്കെ. ഗ്രാമർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഗതിയാണ്. സാധാരണ കുട്ടികൾക്ക് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും താല്പര്യക്കേട് ഉണ്ടാകും ആയിരിക്കും. പക്ഷെ വെൻ ഐ വാസ് എ സ്റ്റുഡന്റ് ഓൾസോ, അവിടെ മുതല് നന്ദിനി ഇപ്പൊ അത് ഇഷ്ടപ്പെട്ടു കൊടുക്കില്ലേ? യെസ്, ഓക്കെ ഹരിത. ഓക്കെ ഓക്കെ. ഇതങ്ങനെ അത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ചില മാത്തമാറ്റിക്സിൽ ചില കുട്ടികൾ വീക്ക് ആയിരിക്കില്ല, പക്ഷെ അതിന്റെ ആ സിദ്ധാന്തം ഒക്കെ കറക്റ്റ്. ഞാൻ എക്സ്പെർട്ട് മാത്സ് കറക്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങനെ കത്തിക്കുന്നത്. യെസ്, ഭയങ്കര ടോപ്പ് ലെവലിലോട്ട് വരും. യെസ്, വർഷ. യെസ്, ഓക്കെ, താങ്ക്സ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു. യെസ് സർ, അന്ന് ഇതുപോലെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ചിലപ്പം പഠിച്ചു പോയനെ സർ. യെസ്, ഓക്കെ 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 ഓക്കെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ടീച്ചർമാരെ കുറ്റം പറയാൻ പറ്റില്ല. ടീച്ചർമാർക്ക് പറഞ്ഞു തീർത്തിയ സിലബസ് ഒക്കെ വേണ്ടത്. അപ്പൊ അവര് ഇത് ഇവിടെ ഫീസ് വരുമ്പോ അപ്പുറത്ത് വാസ് വെച്ചു, അതെന്താ ചെയ്യും, ഇതിങ്ങനെ ചെയ്തത് അങ്ങനെ പറഞ്ഞങ്ങനെ പോകും. അത് സീറോ കണ്ടീഷൻ ആണ് നന്ദിനി. എന്താണ് താങ്ക്സ്? അത് സീറോ കണ്ടീഷൻ എന്ന് പറഞ്ഞതാ, കഴിഞ്ഞു പോയില്ല, ഇനി അത് വിളിച്ചിട്ട് വരില്ലല്ലോ. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണമല്ലോ. അങ്ങനെ നിങ്ങൾ മക്കൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം അവരെ പരീക്ഷയിലേക്ക് സാധിക്കുന്നില്ല. അവർക്ക് +2 10th പരീക്ഷയ്ക്ക് വരുമ്പോ ഈ ഒരു സംഗതി കൊടുക്കും, ഐ ഹാഡ് വിസിറ്റഡ്, ബാക്കിയൊരു ഡാഷ് ആണ്. സെക്ഷനിലെല്ലാം ഉണ്ട് അങ്ങനെ. +2 അത് KG സെക്ഷനിലെല്ലാം ഉണ്ട് ഇപ്പൊ. ഓക്കെ 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 ഓക്കെ. ഓക്കെ. അപ്പൊ അത് വരുമ്പോ നമുക്ക് ഈ നിയമമാണ് അവിടെ കയറി വരുന്നത്. നമ്മളിപ്പോ പറയുന്ന നിയമമില്ലേ, ആ സംഗതിയാണ് അവിടെ കയറി വരുന്നത്. യെസ്. അപ്പൊ ഹാഡ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളും വരുമ്പോ അപ്പത്തിന് ഉണ്ടെങ്കിൽ ടീച്ചറിന് പകുതി മാർക്കിട്ടുള്ളൂ. യെസ്, അത്രയും വരെ കറക്റ്റ് ആക്കിയല്ല എന്ന് വിചാരിച്ചിട്ട് ഒരു പകുതി മാർക്കിട്ടുള്ളൂ. യെസ്, അതൊന്നും പേടിക്കേണ്ട. ചില കാര്യങ്ങൾ നമ്മൾ വൈകി എറിയുന്നു, അപ്പൊ അത് നമ്മളത് മനസ്സിലാക്കി പോകും. യെസ്. അപ്പൊ ഇനി കുറച്ച് സമയമുള്ളൂ. ഞാനപ്പോൾ 2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്.
നിങ്ങൾ അതിന് ഉത്തരം പറയാൻ നോക്കുക. ടൈപ്പ് ചെയ്താൽ മതി. ഞാനത് മാർക്ക് രേഖപ്പെടുത്തിക്കോളാം. സിമ്പിളായ ചോദ്യമാണ്. അതില് ഫസ്റ്റ് ലെറ്റർ എസ് എന്നാണ്. സേവിങ്സ് എ, എസ്. രണ്ടാമത്തെ ലെറ്റർ എ എന്നാണ്. എ, എസ് എ. അതിലാണ് ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോളൂ. എസിലും എയിലുമാണ് ഫസ്റ്റ് 2 ലെറ്റേഴ്സ്, എസ് എ. ഓക്കെ, ചോദ്യം ഇതാണ്. An act, ACT, act of offering to lose, LOEC, lose something special. An act of, yes, Shani, very good. Shani, Nandini, Merlin. Shani, Nandini, Merlin. Okay, very good, very good, very good, very good. Correct ആണ്. സാക്രിഫൈസ് വേണ്ടത് വെക്കുക. ആത്മത്യാഗം എന്നൊക്കെ പറയില്ലേ, സെന്റ് ചെയ്തു. അടുത്തത് സിമ്പിൾ ആണ്. ഓപ്പോസിറ്റ് ഓഫ് ഹാപ്പി. എസ്സിൽ തുടങ്ങുന്നുണ്ട്. ഓ, എല്ലാവരുടെയും കറക്റ്റ് ആയിരുന്നു. ഇത് ആരൊക്കെയായിരുന്നു? താൻസി, ഷൈനി, നന്ദിനി, മെർലിൻ, തൻസി. ഒന്നുകൂടി പറഞ്ഞ. താൻസി, നന്ദിനി, മെർലിൻ, പിന്നെ തൻസി. താൻസി, യെസ്. ഓക്കെ, കറക്റ്റ് ആണ്. സാഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് എ പേഴ്സൺ ഹു സെയിൽ. സെയിൽ സ്പെല്ലിംഗ് പറയാം. SAIL, സെയിൽ. എ പേഴ്സൺ ഹു സെയിൽ. നന്ദിനി, താൻസി, ആശ. നന്ദിനി, സാർ ഞാനുണ്ട് സാർ. ഷാനി. ഓക്കെ, നന്ദിനി, ഷാനി, തൻസി. ഷാനി. ഓക്കെ, 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 വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഡോണ്ട് വറി. അതെ, നേരത്തെ സെയിൽസ്മാൻ പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷേ ആ സെയിൽസ്മാൻ പറയുമ്പോ ഞാൻ പറഞ്ഞ സെയിൽ എന്ന് പറയുന്ന പേര്, ഒരു മിനിറ്റ്, ആ സെയിൽ എന്ന് പറയുന്ന പേരിന്റെ സ്പെല്ലിംഗ് SALE എന്നല്ല. അപ്പോഴാണ് സെയിൽസ്മാൻ വരുള്ളൂ. നേരെ മറിച്ച് SAIL സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവികനാണ്. പറഞ്ഞോ ഖരീദ. ആൻസർ എന്തുവാ? ഇപ്പൊ ചോദിച്ചതിന് ആൻസർ എന്തുവാ? സെയിലർ, സെയിലർ, നാവികൻ. SAIL. അടുത്തത് വെരി സിമ്പിൾ ആണ്. അതിന്റെ അർത്ഥം മനസ്സിലാക്കി പെട്ടെന്ന് പറയാം. യെസ്, അപ്പൊ ആരൊക്കെയാണെന്ന് നോക്കിക്കോളൂ. താൻസി. എ മിക്സ്ചർ, MIXTURE, എ മിക്സ്ചർ ഓഫ് കട്ട് വെജിറ്റബിൾസ് or fruits. Shani Firoz, Asha, Nandini. Shani Firoz, Asha and Nandini. Yes, salad. Correct ആണ്. Yes, salad. Correct answer. അടുത്തത് ഒരു എക്സ്പ്ലനേഷൻ ആണ്. അതിന്റെ വൺ വേർഡ് എന്ന് പറഞ്ഞു. ചോദ്യം ഇതാണ്. To put your hands, PUT, put your hands on the top of your head as a sign of respect. To put your hands on the top of your head as a Nandini, Shani Firoz, Tansi. Nandini, Shani Firoz and Tansi. Correct answer. Salute. അത് ഒരു ഷോ ഓഫ് റെസ്പെക്ട് ആണ്. കണ്ടില്ലേ, ഡെഡ് ബോഡി കാണുമ്പോ പോലീസ് ഓഫീസർമാര്, മുതിർന്ന ഏറ്റവും പോലീസ് ഓഫീസർ തലയിൽ നിന്ന് തൊപ്പി ഊരി മാറ്റുന്നത്. ഇറ്റ് ഈസ് എ ഷോ ഓഫ് റെസ്പെക്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്.
അടുത്ത ഒരു ഇംഗ്ലീഷ് മീനിങ് ആണ്. ഇത് അതിന്റെ മറുപടി പറയാം. ടു ഹെൽപ്പ് someone when they are സർ കേൾക്കണില്ല സർ. എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടോ? അതെനിക്കറിയില്ല, എനിക്ക് പകുതിയെ കേൾക്കണുള്ളൂ സാറിന്റെ വോയിസ്. ഓക്കെ, ആൻഷി കുഴപ്പമുണ്ടോ? കേക്കാം സാർ, കേക്കാം. ആശ എങ്ങനെയുണ്ട്? സാർ ആദ്യം പറഞ്ഞ ആ വേർഡ് ക്ലിയർ ആയില്ല. ബാക്കിയൊക്കെ ക്ലിയർ ആയി. നന്ദിനി, സൗണ്ടിന് എന്തെങ്കിലും പ്രോബ്ലം? ഇല്ല സർ, കേക്കാം സർ. നാൻസി, അപ്പൊ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങിയിരുന്ന റേഞ്ച് ഉള്ളിടത്തോട്ട്. ഓക്കെ സർ. ഓക്കെ, ഞാൻ പറയാം. ടു ഹെൽപ്പ് HELP someone when they are in danger. To help someone when they are in danger. Nandini, Nancy, Shani Feroz. Nandini, Nancy, Shani Feroz. Correct ആണ് മെർലിൻ? ഇത് കറക്റ്റ് ആണ്. സേവ് ആണ്. SAVE, സേവ്, രക്ഷിക്കുക. കറക്റ്റ് ആണ്. അടുത്തത് moon, Chandran, MOON, moon is our natural dash. Moon, Nandini, Asha, Nancy. ഷാനി സാർ ഞാനുണ്ട് സാർ. പറഞ്ഞു നന്ദിനി, ബേജാറാണ്. ഷാനി. ഷാനി ഉണ്ട്. ഓക്കെ ഓക്കെ, ഷാനി പേടിക്കുന്നുണ്ട്. ഡോണ്ട് വറി. യെസ്, ഓക്കെ ഓക്കെ. അടുത്തത് എ പേഴ്സൺ. എക്സ്പ്ലനേഷനെ കുറിച്ച് നീളമുള്ളതാണ്. എ പേഴ്സൺ who that comes and gives GIVES present for Christmas. A person that comes. Shani, Nandini, Asha. Shani, Nandini, and Asha. Correct answer ആണ് Santa Claus. Okay. Correct ആണ്. ഉത്തരത്തിന്റെ സ്റ്റൈൽ ഒന്ന് മാറ്റുകയാണ്. ഈ പറയുന്ന ഉത്തരത്തിന്റെ ആദ്യത്തെ ലെറ്റർ W ആണ്. W, വിൻഡോ. രണ്ടാമത്തെ ലെറ്റർ O ആണ്. ഓറഞ്ച്. എസ്. ആദ്യത്തെ W, രണ്ടാമത്തെ O. എസ്. അപ്പോ WO യിൽ ആരംഭിക്കുന്ന രീതിയിൽ നിങ്ങൾ ഉത്തരം പ്ലാൻ ചെയ്യും. എസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ചോദിക്കാം. എ ഫീമെയിൽ human being. Shani Feroz, Nandini, Merlin. Shani Feroz, Nandini, and Merlin. Correct answer? Okay, Harida, correct answer. The answer is woman. Yes, correct answer. Pretty good yellow. Ini. Adutha. An injury. INJURY. Shani, Nancy, Merlin. Oh. Shani, Nancy, and Merlin. ചോദ്യം പോലും എന്നെ കൊണ്ട് ചോദിപ്പിച്ചില്ല. അതിന് മുമ്പ് ഉത്തരം വന്നു. യെസ്, ഓക്കെ, വെരി ഗുഡ്. എന്നാലും ഞാൻ വെറുതെ ചോദ്യത്തിൽ പറഞ്ഞേക്കാം. An injury which needs dressing. Answer ആണ് wound. Very good. ഓക്കെ. അടുത്ത് ഞാൻ ഇംഗ്ലീഷ് മീനിങ് ആണ് പറയുന്നത്. എന്റെ വൺ വേർഡ് നിങ്ങൾ പറഞ്ഞാൽ മതി. The value, VALUE, value of something.
വാല്യൂ ഓഫ് സംതിങ്. വർക്കിംഗ് അല്ല, വാല്യൂ, VILUE അങ്ങനെ പോകുന്നുണ്ട്, കറക്റ്റ് ആയിട്ടില്ല. വർക്കല്ല. യെസ് നന്ദിനി, കറക്റ്റ്. നന്ദിനി, നന്ദിനിയുടെ അടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? നന്ദിനിയുടെ അടിയിൽ സീനു, സീനു, ഷാനി. തൊട്ടടിയിൽ ആരായിരുന്നു താൽസി? സീനു. സീനു. സീനു, പിന്നെ ഷാനി. ഷാനി. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. വർത്ത് ആണ് വിലമതിക്കുന്ന അല്ലെങ്കിൽ വിലയുള്ള എന്നർത്ഥം വരുന്ന WORTH. യെസ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മീനിങ് ആണ്, അതിന്റെ വൺ വേർഡ് പറഞ്ഞാൽ മതി. എ റിലീജിയസ് പ്രാക്ടീസ് ടു ഓണർ, HONOUR, ടു ഓണർ ഗോഡ്. താൻസി, നന്ദിനി, ആശ. താൻസി, നന്ദിനി, ആശ. അതിന്റെ മുകളിലാരുണ്ടായില്ല? യെസ്. അപ്പൊ ആൻസർ വർഷിപ്പ് എന്നാണ്. വർഷിപ്പ്. ഓക്കെ ഹരിത, വർഷിപ്പ്, ആരാധന. യെസ്, കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. അടുത്തത് എ ടൈനി. ടൈനി മീൻസ് സ്മോൾ എന്നാണ്. ക്രീച്ചർ, ജീവി, CREATUR. എ നന്ദിനി, താൻസി, മെർലിൻ. നന്ദിനി, ആശ, തൻസി. നന്ദിനി, ആശ, ആശ. നന്ദിനി, ആശ, തൻസി. നന്ദിനി, ആശ, താൻസി. ആ, ഓക്കെ. ഞാൻ അതിന്റെ ചോദ്യം പറഞ്ഞില്ല. എന്താ പറയാ, ടൈനി ക്രീച്ചർ എന്ന് പറഞ്ഞപ്പോ തന്നെ നന്ദിനി ആൻസർ വിട്ടു. ഞാൻ ചോദ്യം ഒന്ന് വെറുതെ പറഞ്ഞേക്കാം. എ ടൈനി ക്രീച്ചർ യു മൈറ്റ് ഫൈൻഡ് ഇൻ എ ഫ്രൂട്ട്. ഒരു പഴത്തിൽ കാണുന്ന ചെറിയ ജീവി, അതാണ് പുഴു. അടുത്തത് മീനിങ് ആണ്, ഇംഗ്ലീഷ് മീനിങ് ആണ്, വൺ വേർഡ് പറയാം. ദ എർത്ത്, EARTH, എർത്ത്. ഷാനി ഫിറോസ്, ആശ, താൻസി. ഷാനി ഫിറോസ്, ആശ, താൻസി. ഓ, ഈ ചോദ്യവും പറയാൻ സമ്മതിച്ചില്ല. എങ്കിലും എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ചോദ്യം പറയുകയാണ്. ദ എർത്ത് with all its boundaries and people, that is world, WORLD. അടുത്തത് trees are cut for its dash. ആശ, നന്ദിനി. ആശയുടെ നന്ദിനിയുടെ അടിയിൽ ആരായിരുന്നു? തൻസി. ആശ, നന്ദിനി, താൻസിയാണ്. ആ, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. കറക്റ്റ് ആണ്. ദ ആൻസർ ഇസ് വുഡ്, WO. ഓക്കെ ഹരിത, കറക്റ്റ് കറക്റ്റ്, വുഡ്. അടുത്തത് ആലോചന ചെയ്താൽ മതി. ദ വേർഡ്, WORD, വേർഡ് used to express excitement. The word used to express. Shani Firoz, Merlin, Tansi. Shani Firoz, Merlin, and Tansi. Okay, okay, okay. Wow, correct answer. Wow. Yes, very good, very good, very good. And a type of, TYP, a type of fabric that comes from a sheep. Nandini, Asha, പിന്നെ ആരായിരുന്നു? ഷാനി. Nandini, Asha, and Shani. Yes, very good, very good, very good. Wool. Wool is the correct answer. Okay, Harida. Wool is the correct answer. Yes. ഇനി
ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഫസ്റ്റ് ലെറ്റർ മാറുകയാണ്. ഫസ്റ്റ് ലെറ്റർ ബി ആണ്, ബി ബോയ്. രണ്ടാമത്തെ ലെറ്റർ യു, അംബ്രല. യെസ്, ബി യു. ബി ആണോ അതോ ബി ആണോ? ബി ബി ബോയ് ബോയ് ബി യു. ആ ഓക്കെ, ഷൈനിങ് കറക്റ്റ്. ആ ബി യു ബോയ് അംബ്രല. യെസ്, തുടങ്ങാം. ഫസ്റ്റ് ചോദ്യം ഇതാണ്. എ ഫ്ലവർ before it opens is called dash. Shani Feroz, Nandini, Tansy. Shani Feroz, Nandini, Tansy. It's the correct answer. That is called bud. Yes, correct answer. Question. A glass globe, GLOB, a glass globe that produces light. Shani Feroz, Tansy, Merlin. Shani Feroz, Tansy and Merlin. ഞാനൊന്ന് കൂട്ടി നോക്കട്ടെ കേട്ടോ. ഇപ്പോഴേ കൂട്ടണ്ട സാറേ, കുറച്ചുകൊണ്ട് സമയം ഉണ്ടല്ലോ. Yes, okay. Yes. അവരോട് ചോദിക്കാം അല്ലേ? അടുത്തത്. Something that comes out of a gun. നന്ദിനിക്കും ഷാനിക്കും മുകളിൽ ആരായിരുന്നു? Tansy. 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 Okay, 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 okay. Yes. അപ്പോ പോയിന്റ് പറയാം. സീനുവിന് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. മെർലിന് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആശയ്ക്ക് 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 9 പോയിന്റ് കിട്ടുകയും 3-ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. താൻസിക്ക് 14 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 14 പോയിന്റ് കിട്ടുകയും 2-ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷാനി ഫിറോസിന് 16 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 16. അതുപോലെ തന്നെ നന്ദിനി, യു ആൾസോ ഗോട്ട് 16 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഷാനിക്കും നന്ദിനിക്കും സെയിം ആണ്. അപ്പൊ 16 പോയിന്റ് കിട്ടിയ ഷാനിയും നന്ദിനിയും 1-ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ congratulations to all. We will meet in the next class. Till then, bye. Okay, see you. Thank you, sir. Okay. Okay, thank you, sir. Okay, Hariza. താങ്ക് യു സാർ. Okay.